ഹായ്, ഐശ്വര്യത്തോടെ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് ഒരു വ്ളോഗ് അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ക്യാമറ ശരിയാക്കുന്നു, പിന്നെ ചിണ്ടു എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. ദെൻ ചിണ്ടുവിനെ എടുത്ത് നമ്മൾ പിന്നെയും കിടക്കാൻ പോവാണ്. നമ്മൾ കിടന്നിട്ട് ഒന്നുകൂടി എണീക്കണം, അതാണല്ലോ വ്ളോഗിൻ്റെ തുടക്കം. ആ തുടക്കം എടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ അവൾ അഭിനയിക്കുന്നില്ല, അവളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അവൾ അഭിനയിക്കാത്തത്. അവൾ നേരെ പുതപ്പിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ രാവിലെയായി ഞങ്ങൾ കിടക്കുവാണ്. ജസ്റ്റ് എണീറ്റു. രാവിലെ ഓക്കെ. ചിണ്ടുവിനൊരു മുത്തം കൊടുക്കണം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ. ഗുഡ് മോർണിംഗ് പറഞ്ഞതാണ്, പിന്നെയും ഒരു മുത്തം കൊടുത്തു. കഷ്ടപ്പാട്. രാവിലെയായി എണീറ്റിങ്ങനെ ഇരുന്നു. ചിണ്ടു അഭിനയിക്കുന്നില്ല, ഉറക്കമൊഴിഞ്ഞതിൻ്റെ ഒരു ക്ഷീണമല്ല അവൾ കാണിക്കുന്നത്. നീ ഇത് തേങ്ങയായി കാണിക്കുന്നതെന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് നോക്കുന്നു. പിന്നെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബെഡൊക്കെ ശരിയാക്കണം. ഇനിയും ഞാൻ പറയാം, ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മുഴുവൻ എന്നെ പിടിക്കും, എന്നിട്ട് എന്നോട് മൂത്ര വയ്ക്കാൻ പോകാൻ പറയും. അപ്പം ഞാൻ പോല അതിനെല്ലാം ഓട്ടപ്പാച്ചിലാണ് നിങ്ങൾ ഈ കാണുന്നത്. എനിക്ക് മുല്ലണ്ട മൊയ്യു അറ പിടിച്ചു നീ ഞാൻ മുല്ലാനാ. അതെ, ഞങ്ങൾ രാവിലെ എണീറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ നീക്കി വെക്കുന്നു മൊയ്യു. പിന്നെ തിരിഞ്ഞ് നിന്നെ എന്നോട് ഗുഡ് മോർണിംഗ് പറയാൻ പറഞ്ഞു. ഗുഡ് മോർണിംഗ് ആ മൊയ്യു. അതെ, ഗുഡ് മോർണിംഗ് പറയാം, നമുക്ക് മൂത്രം വയ്ക്കണോ? അതായത് പറഞ്ഞ പോലെ കൊണ്ടുപോയി. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് സ്കിൻ കെയർ ചെയ്യും, മെഡിറ്റേറ്റ് ചെയ്യും, എക്സസൈസ് ചെയ്യും. ഞാൻ തുടക്കുക. എന്തിനാന്നല്ലേ, ആ ചിണ്ടു രാവിലെ എഴുന്നേറ്റ് ഇവിടെയൊക്കെ മൂത്രം ഒഴിച്ചിട്ടു. പിന്നെ തുടയ്ക്കാൻ പറ്റില്ലല്ലോ. എന്താ മൊയ്യു, ഞാൻ നിന്റെ ബെഡിലൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. നീ രക്തല്ലേ ഒഴിച്ചത്? അതാണ് ആ മൂലയിൽ ഒഴിച്ചത്. നീ എന്നിട്ട് ഫുഡ് തുറക്കുന്നേ? അല്ല പിന്നെ കുട്ടി പറയുവോ, നീ കുറച്ച് നേരത്തെ എണീക്കണം. എനിക്ക് മുത്തുമ്പോൾ നീ എണീക്കണം. നീ കുറേ വിളിച്ചതാ, നീ എണീറ്റില്ല. അതുകൊണ്ടാ ഇനി പോലു എന്ത് അതെന്താ ഷണ്ടൂർ. നമ്മളോട് എനിക്കൊരു ടിപ്പ് പറയാറുണ്ട്. നമ്മൾ ഷണ്ടൂർ ഹാൻഡ് വാഷ് ഇട്ടിട്ട് നിലം തുടച്ചാൽ നല്ല മണം വരും. എൻ്റെ മൂത്രത്തിൻ്റെ മണമൊക്കെ പോകുന്നതാണ് മൊയിലു പ്രതിപാദിക്കുന്നത്. എൻ്റെ മൊയിലു രാവിലെ തന്നെ എന്തോ എടുക്കുന്നുണ്ട്. തീപ്പറ്റി ഇവള് സിഗരറ്റൊക്കെ വലിക്കാൻ പോവാനോ? പിന്നെന്താ എടുത്തേ? ഇതുണ്ട് ശാമറാണി. രാവിലെ തന്നെ നമ്മളുടെ പറ്റി ഒഴിച്ച മൂത്രത്തിന്റെ മനം പോകണമെങ്കിൽ നമ്മൾ ശാമറാണി കത്തിക്കണം. ശാമറാണി സമയം കുറെ എഴുന്നേറ്റ് ഒരു മൂടില്ല മൊയിലു. കുറച്ചുകൂടി ഞാൻ ഇങ്ങനെ കിടക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് എണീറ്റാലോ. എണീറ്റു. ശരിയാക്കി കൊടുക്കും. യെസ്, ഇതൊക്കെ ഞങ്ങളെ ക്വാളിറ്റി ടൈമാ. ഞങ്ങൾ രാവിലെ എണീറ്റ് കൊറേ സംസാരിക്കും. എന്തോ ചെടി പിടിപ്പിക്കാനോ നീന്തിനെ പിടിപ്പിക്കാനോ അങ്ങനെ എന്തൊക്കെയോ പറയും. 1500 ഉമ്മ എനിക്ക് ഡെയിലി തരും. ഇതൊക്കെയാണ് എൻ്റെ മൊയിലൂൻ്റെ ഹോബി. എന്തൊക്കെയോ കുണുക്കുണാണ് പറയുന്നുണ്ട്. ഞാൻ അപ്പുറത്തൊരു ബലീനെ നോക്കുക. അപ്പുറത്ത് ഇതിൻ്റെ അടിയിൽ കാറ്റ് വന്നു. അതിനെ വിളിച്ചാൽ അതൊരിക്കൽ പൂപ്പീനാണ് മൊഴി വിളിക്കുന്നത്. പക്ഷെ അത് വരില്ല. അതിനാണ് ശരിയില്ല. അല്ലെങ്കിൽ ഡോഗേഷൻ്റെ അനുസരണയൊന്നും പൂച്ചേഷനില്ലാന്ന് പറഞ്ഞിട്ട് ഇതൊന്നും മനസ്സിലാവണ്ടേ. കുടുംബക്കാരത്തെ ഓരോന്നിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരും. കണ്ടു അതിങ്ങനെ കഴിച്ചു വിട്ട കോയിനെ പോലെ ഇങ്ങനെ നടക്കും. വെരി ബാഡ് പൂപ്പി. പിന്നെ മൊഴി പോയി അതിനെ വിളിച്ചിട്ട് വരാത്തോണ്ട് അതിനെ പോയി മൊഴി എടുത്തു കൊണ്ടുവന്നു. അതിന് കുറച്ച് കുരുത്തക്കേട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ അതെന്നെ തല്ലു. വെറുതെ മ്യാവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെ കടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. പക്ഷെ മൊയിലുള്ളപ്പോൾ മൊയിലു അതിനെ കടിക്കാൻ സമ്മതിക്കില്ല. മൊയിലു എന്തിനാണ് എന്റെ കളിപ്പിക്കുന്നേ? അതിന് ഉമ്മ വെക്കണേ എന്തിനാ? എനിക്ക് ഉമ്മ തന്നാ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നിനക്ക് പൂച്ച ഉണ്ടാവില്ല. അതിന് ഞാനൊന്നും കൊടുക്ക. ഇതൊക്കെ വലുതായ പോലെ ആറ്റിറ്റ്യൂഡും വീഴും. പോകാനോ? എൻ്റെ അടുത്ത് ഒറ്റയ്ക്കൊന്നും വെച്ച് പോവണ്ട. ഒന്ന് കടിച്ചു നോക്കിയാലോ? അത് പോയി. അതിനെന്നെ പേടിയാ തോന്നുന്നു. എനിക്ക് പരിഹരിക്കണത് വയ്യ. എനിക്ക് പല്ല് തേക്കണ്ട. എൻ്റെ പോയില്ലു വായി തുറക്കണ്ട. ഞാൻ തേക്കൂല. എനിക്ക് പല്ല് തേക്കണ്ട. ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ടു അരിക്കലവനുണ്ട്. എനിക്ക് ഇത് തേച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് ഞാൻ മൊയിലൂന്ന് 2 ചീത്ത വിളിച്ചു. അല്ല പിന്നെ എനിക്ക് പല്ല് തേക്കട്ടെ മൊയിലാളി എന്നെ ഞാനേ ചെല്ലു. അല്ല പിന്നെ അവളെന്തോ ഡ്രസ്സ് എടുത്തിട്ട് എനിക്ക് ഇടാൻ വരുന്നുണ്ട്. എനിക്കതും വേണ്ട. എനിക്കിങ്ങനെ നക്രിയായി നടക്കണം. ഇന്ന് മൊത്തം ഞാൻ ഈ കോസ്റ്റ്യൂമിലായിരിക്കും. ഓക്കെ, നല്ല രസമില്ലേ? എനിക്കിഷ്ടമാ. മൊയിലു 2 ചീത്ത പറഞ്ഞ ഞാൻ എന്തു ഇട്ടു.
ചിണ്ടു നോ നോ ഡോണ്ട് ടച്ച്. ഓ അല്ലെങ്കിൽ തെറ്റാൻ പറ്റിയൊരു സാധനം അത് പേടിച്ച് മൂളിയപ്പോ ഇരിക്കുക എന്റെ ഒരു കാര്യം. അത് വലുതായ എന്നോട് ആറ്റിറ്റ്യൂഡ് അതിന്റെ മുന്നേ ഞാൻ അവളെ പേടിപ്പിച്ചത് തപ്പാൻ പോയിരു. അല്ലെങ്കിൽ ഇനി കുറച്ചു നേരം ഉറങ്ങാം. കണ്ടു അതെന്നെ ചൊറിയുന്നുണ്ട്. എടീ പോടി പൂച്ചാണ്ടി. അതാ കടിക്കില്ല നിന്നെ, കടിക്കൊടി നിന്നെ കടിക്കൊടി. മൊല്ലുനോ പറഞ്ഞീനോ മൊല്ലു നിക്കുന്നുണ്ട്. നീയെ പോയി ഉറങ്ങിക്കോ, ഞാനും ഉറങ്ങാൻ പോകും. ചിണ്ടുവിൻ്റെയും പൂപ്പിൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു അക്വേറിയം ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കല്ലുകളും പിന്നെ കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാന്ന്. ഇപ്പോൾ ഇൻസ്റ്റ നോക്കുമ്പോൾ ഫുള്ള് ഇങ്ങനെ ഈ അക്വേറിയം ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അവിടെ ഇവിടെയുള്ള കുറച്ച് പുല്ലുകളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് ചെറിയ രീതിയിലൊന്ന് സെറ്റപ്പ് ആക്കാമെന്ന് വിചാരിച്ചു. ചിണ്ടും പൂപ്പിയും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പിന്നെ അതാ മീനിനൊക്കെ ഇട്ടിങ്ങനെ സെറ്റാക്കാൻ പോവുകയാണ്. യെസ്, അപ്പം നമ്മുടെ അക്വേറിയത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ചിണ്ടു എങ്ങനെയുണ്ട്? ആ മീനിനൊക്കെ നമ്മൾക്ക് പൊടിച്ച് തിന്നിയണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവുന്നതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ നല്ല രസമുണ്ട്. അമ്പു ഇത് ബ്യൂട്ടിഫുൾ, നല്ല രസമായിട്ടുണ്ട്. മൊയ്യു എനിക്കിഷ്ടമായിട്ടുണ്ട്. അല്ല ഈ പൂച്ചാൻ്റെ എന്തിനാ ഈ പൂച്ചാൻ്റെ നീ ഒന്ന് ശ്രദ്ധിച്ചോ. ഞാനൊരു മാനയായതോട് ഞാനതും ചെയ്യില്ല. ഈ പൂച്ചാൻ്റെ എന്തായാലും അതിൽ മുഖം കിട്ടും എനിക്ക് ഉറപ്പ്. കണ്ടു ആ നിനക്ക് ഈ മീനൊന്നും ജീവനോടെ കിട്ടണമെങ്കിൽ ആ പൂച്ചാൻ്റെ നീ പൂച്ചാൻ്റെ എങ്ങോട്ടെങ്കിലും മാറ്റി വെച്ചു. അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. അപ്പൊ ഗൈസ് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞു. ഇതുപോലുള്ള വ്ലോഗുകൾ ഇനിയും പ്രതീക്ഷിക്കാം. ബൈ ബൈ. ഈ പൂച്ചാണ്ടി